ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് നമ്മുടെ തമിഴിലെ മെസ്സേജ് 38 നമ്മൾ പോവുകയാണ്. 38 നമുക്ക് 38 തമിഴ് മെസ്സേജിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. എഫെസ്യ ലേഖനം 5-ന്റെ 14 തൊട്ട് കീഴോട്ട് നമ്മൾ എന്നാ വാസിക്കുന്നത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. ഇங்கே ആണ്ടവർ சொல்லுது, നിങ്ങൾ തൂങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങൾ തൂങ്ങുന്നവരെ നിങ്ങൾ എഴുന്നേൽക്ക, നിങ്ങൾ തൂക്കം നിങ്ങൾ മുടിച്ചിട്, നിങ്ങൾ തൂങ്ങുന്നവർ എല്ലാമേ എഴുന്നേൽക്കണം. അതായത് അത് എന്നാ ചൊല്ലുന്നു പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച മാതിരി അതിൽ നമ്മൾ നേരത്തെ നമ്മൾ എന്നാ വാസിച്ചാച്ചേ എന്നാ പഠിച്ചാച്ചേ നമ്മൾ ഇരുട്ടിലിരിക്കുന്ന മക്കൾ, ഇരുട്ടിൽ നമ്മൾ നമ്മൾ பண்ணுவா, നമ്മൾ തൂങ്ങുക. അതായത് നമ്മൾ തൂങ്ങുമ്പോൾ നമുക്കൊന്നും ചെയ്യ മുടിയാതെ, കാരണം ഇരുട്ടിൽ നമുക്കൊന്നും ചെയ്യ മുടിയാതെ. അപ്പം ഇங்கே പൗൽ എന്നാ ചൊല്ലുക, നിങ്ങൾ തൂങ്ങിക്കൊണ്ടേയിരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു പ്രവൃത്തിമേ ഇല്ല, പ്രവൃത്തി എല്ലാമേ നീ മുടിച്ചാച്ചേ, നീ പ്രവൃത്തിയൊന്നും ചെയ്യാതെ നീ അപ്പടി ഇരിക്കുക. നിനക്ക് ആണ്ടവർ എന്തിനു നിന്നെ രക്ഷിച്ചാച്ചേ? ആണ്ടവർ രക്ഷിച്ചതിൻ്റെ കാരണം എന്താ നിനക്ക് தெரியுமா? നീ അവൻ്റെ വേല ചെയ്യാൻ വേണ്ടി, നീ അവൻ്റെ മകനാണ്, നീ അവൻ്റെ വേല ചെയ്യാൻ വേണ്ടി, നീ ദൈവത്തിൻ്റെ രാജ്യത്തെപ്പറ്റി പ്രസംഗിക്കാൻ വേണ്ടിയാണ് നിന്നെ ആണ്ടവർ തിരഞ്ഞെടുത്തത്, നിന്നെ വെളിച്ചത്തിൻ്റെ മക്കളാക്കിയത്. അതായത് നിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നാവണം? വെളിച്ചത്തിൽ ഇരിക്കണം. വെളിച്ചത്തിൽ ഇരുന്നാൽ മാത്രം പോരാ, വെളിച്ചത്തിൽ നടക്കണം. അതായത് നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ എന്നാ പറയണം? നമ്മൾ ഉറങ്ങുന്നവരായിരിക്കാൻ പാടില്ല. നമ്മൾ ഉറങ്ങുന്നവരായിരിക്കുമ്പോൾ നമുക്ക് നടക്കാൻ മുടിയാതെ. ഇവിടെ 14-ാം വാക്യത്തിൽ ഉറങ്ങുന്നതിനെ ഉണർന്ന് മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക. അതായത് ഈ ഉറങ്ങുന്നവർ ആര് താൻ? അവരെല്ലാവരും മരിച്ചവരുടെ മാതിരി താൻ. അവർക്ക് യാതൊന്നുമേ തിരിയാതെ, അവർ എന്നാ പണ്ണുവോ അവർക്കൊന്നുമേ തിരിയാതെ, അവർ ഗാഠനിദ്രയിലായിരിക്കുക. അവർക്ക് ഒന്നുമേ തിരിയാതിരിക്കുമ്പോൾ അവർ ആരെ പോലെ ഇരിക്കുക? മരിച്ചവരെ പോലെ ആയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മരിച്ചവരെ പോലെ ആവാതെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ മരിച്ച സ്ഥിതിയിൽ നിന്നും എഴുന്നേറ്റ് എന്നാ പറയണം? ഇങ്ങനെ നമ്മൾ 14-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? എഴുന്നേൽക്കുക, ഞാൻ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നീ എഴുന്നേൽക്കുമ്പോൾ എന്നാ പറ്റും? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെങ്കിൽ എന്നാ പറയണം? നീ തൂങ്ങുന്നതിനായി കിടന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കമാട്ടെ. നിന്റെ തൂക്കം വിട്ടിട്ട് നീ ആണ്ടവർക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, ആണ്ടവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ, ആണ്ടവരുടെ നീ വേല ചെയ്യുമ്പോൾ, നീ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് പിന്നെ അപ്പോൾ എന്നാ പറ്റും? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിന്നിൽ വന്നിട്ട് അത് നിന്നിൽ കൂടെ നിന്നിൽ പ്രകാശിക്കും എന്നെ ചൊല്ലിയിരിക്കും. നമ്മൾ നല്ലപോലെ വാസിക്ക്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ എന്നാ പറയണം? നീ മുടിച്ചിടണം, നീ തൂക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. അതായത് നീ മറ്റുള്ള കാര്യത്തിൽ നീ ഏർപ്പെട്ട് ആണ്ടവരുടെ ചിത്തം അനുസരിക്കാതെ നീ ജീവിക്കുമ്പോൾ നീ തൂക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് നീ പോവുകയാണ്. ആ തൂക്കത്തിൻ്റെ ആ കണ്ടീഷനിൽ നിന്ന് നീ മാറേണ്ട ആവശ്യം ഇരിക്കെ. അതായത് നീ തൂക്കത്തിൽ നിന്നും മാറുമ്പോൾ തന്നെ എന്നാ പറ്റും? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിന്നിൽ പ്രകാശിക്കും എന്ന് ചൊല്ലുക. അത് മറ്റുമല്ല എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അത് നമ്മൾ നേരത്തെ വായിച്ചത് അത് തന്നെ. അത് എപ്പടി എഴുതി വെച്ചത് അത് നീ തൂക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ താൻ ആണ്ടവരുടെ പ്രകാശം നിൽവരും. ആ 15-ാം വാക്യത്തിൽ എന്നാ നമ്മൾ വാസിക്കുന്നത്? ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്തെ നടക്കാൻ നോക്കുകയും. ഇങ്ങനെ 3 കാര്യം നമുക്ക് പാക്കാൻ മുടിയും. എന്നാ 3 കാര്യം? ഒന്ന്, നമ്മൾ സൂക്ഷ്മതയോടെ നടക്കണം. அப்படி எழுதியிருக்கிறது. ஆகையால் നിങ്ങൾ സൂക്ഷ്മതയോടെന്ന് ചൊല്ലിയാൽ നിങ്ങൾ നിൻ്റെ ദൈവത്തിൻ്റെ ആണ്ടവരുടെ വചനം വാസിച്ച് അത് പഠിച്ച് അത് സൂക്ഷ്മതയോടെ നീ പഠിച്ച് അത് മനസ്സിലാക്കി അതിനെ ചിത്തമനുസരിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ താൻ നീ സൂക്ഷ്മതയോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലു, നീ സൂക്ഷ്മതയോടെ. ഒന്ന് സൂക്ഷ്മതയോടെ. രണ്ടാമത്തെ കാര്യം എന്നാ ചൊല്ലുത്?
ആകയാൽ സൂക്ഷ്മതയോട് അജ്ഞാനികളായിട്ടല്ല, അതായത് നീ ജ്ഞാനമില്ലാത്തവനായിട്ടല്ല. ഞാൻ എപ്പോഴും കിടക്കും. നിനക്ക് ജ്ഞാനം കിടക്കണമെന്നുണ്ടെങ്കിൽ വചനം തിരിയണം. നിനക്ക് വചനം തിരിയാതിരിക്കുക, നിനക്ക് ജ്ഞാനമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചൊല്ലുന്നു, ജ്ഞാനികളായി ആയിരിക്കണം. അതുകൊണ്ട് ജ്ഞാനിയായിരിക്കണം. എന്നെ ചെയ്യണം? നിന്റെ തൂക്കം നീ മുടിച്ചിടണം. നിന്റെ തൂക്കം മുടിച്ചിട്ട് നീ ജാഗ്രതയായിട്ട്, നീ ജാഗ്രതയായിട്ട് നിൽക്കുമ്പോൾ എന്നാ പറ്റും? നിനക്ക് ആണ്ടവരുടെ പ്രകാശം നിന്റെ മേൽ പ്രകാശിക്കും. ആ പ്രകാശം നീ എന്നാ பண்ணണം? അത് മറ്റുള്ളവരുടെ മേൽ പ്രകാശിപ്പിക്കണം. അതായത് നിന്റെ പ്രകാശം, നിനക്ക് കിട്ടിയ പ്രകാശം നീ അപ്പടിയെ സൂക്ഷിച്ച് വെക്കാതെ, അല്ലെങ്കിൽ അപ്പടിയെ വെച്ചുകൊള്ളാതെ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രകാശം കൊടുക്കണം. അപ്പടി പ്രകാശം കൊടുക്കുമ്പോൾ അവരും മറ്റുള്ളവരിലേക്ക് പിന്നെയും പ്രകാശം കൊടുക്കും. അതായത് ഇതാ ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്. അതായത് ഇത് അപ്പോഴേ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം താൻ. നമ്മൾ വചനം കേട്ടിട്ട് വചനം നമ്മൾ അപ്പടിയെ വെച്ചിട്ട് നമ്മൾ പോകാതെ വരാതെ, നമ്മൾ വചനം കേൾക്കുന്നത് സൂക്ഷ്മതയോട്ട് നമ്മൾ പാർത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലത് അജ്ഞാനികളായിട്ടല്ല, നമ്മൾ ജ്ഞാനമില്ലാത്തവരായിട്ടല്ല. പിന്നെ നമ്മൾ എന്നാ പറയണം? ജ്ഞാനികളായിട്ടത്തെ നടക്കാൻ നോക്കുവിൻ. നിങ്ങൾ നടക്കുവാൻ വേണ്ടി എന്നാ തേപ്പെടുന്നത്? നീ ജ്ഞാനികളായിട്ട് നടക്കണം. അതായത് നിങ്ങൾ വചനം പഠിച്ച് ജ്ഞാനികളാവണം. നിങ്ങൾ വചനം പഠിക്കാതെ ജ്ഞാനികളാവാതെ നീ അപ്പടി ആണ്ടവരുടെ വേല പണിയിടും. നിന്റെ പർപ്പസ് തന്നെ. ആണ്ടവർ നിന്നെ എന്തിനാ നിന്നെ വീണ്ടെടുത്തത്? ആണ്ടവർ നിന്നെ എന്തിനാ തിരഞ്ഞെടുത്തത്? ആണ്ടവർ നിന്നെ മകനാക്കിയ എന്തിനാ? ആണ്ടവർ നിന്നെ മകനാക്കിയതിൻ്റെ അതിൻ്റെ കാരണം എന്നത്, അവൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രകാശം നിന്മേൽ പതിച്ച് നിന്റെ പ്രകാശം മറ്റുള്ളവർ പതിക്കണം. അത് നിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിന്നിൽ കൂടെ അവരിൽ പതിക്കണം. അതായത് ഞാൻ എക്സാമ്പിൾ ഇപ്പടി ചൊല്ലിടാം. ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രകാശം കിടക്കും. ഓക്കെ, നമ്മൾ മെഴുകുതിരി ഇരിക്കുമ്പോൾ ആ പ്രകാശം കിടക്കും. ആ പ്രകാശം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രകാശം കിടക്കുമോ? കിടക്കാതെ. നമ്മൾ ആ പ്രകാശം കിടക്കണമെന്നുണ്ടെങ്കിൽ ആ മെഴുകുതിരി, കത്തിയ മെഴുകുതിരി നമ്മൾ എന്നാ பண்ணണം? അത് കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിടണം. എന്നാലും മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ ആ മെഴുകുതിരിയുടെ പ്രകാശം അവർക്ക് കിടക്കും. അതേപോലെ അത് തന്നെ ഇങ്ങ சொல்லுது, നിന്റെ ആണ്ടവരുടെ പ്രകാശം നിന്നിൽ മേൽ വന്നിട്ട് ആ പ്രകാശം നീ മറ്റുള്ളവരുടെ കൊണ്ടുപോകണം. അതായത് നീ അജ്ഞാനിയാവാൻ പാടില്ല. നീ അജ്ഞാനിയാകുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ നീ അപ്പടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നീ ആണ്ടവരുടെ പ്രകാശം നിനക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിനക്ക് എന്നാ പറയണം? നിന്റെ ആണ്ടവരുടെ പ്രകാശം നമുക്ക് കിടക്കുമ്പോൾ ആ വചനം പഠിച്ച് മനസ്സിലാക്കി ജ്ഞാനികളായിട്ട് ആണ്ടവരുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകണം. അതാണ് ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് താൻ നമ്മൾ നടക്കണം. നമ്മൾ ചെയ്യാതെ നമ്മൾ എന്നാ ചെയ്യും? ഓക്കെ, വചനം കേട്ടു, ഓക്കെ, ശരി, അത് കുഴപ്പമില്ല, അത് അവൻ ചൊല്ലിയൊക്കെ ശരി, അവൻ ചൊല്ലി അപ്പടിയല്ല. വചനം നമ്മൾ സൂക്ഷ്മതയോടെ പാക്കണം. അത് ശരിയോ തെറ്റോ അത് സൂക്ഷ്മതയോടെ പാർത്തിട്ട് അത് വാസിച്ച് നിങ്ങൾ ജ്ഞാനിയായിട്ട്, അല്ലെങ്കിൽ നിനക്ക് വചനത്തിൻ്റെ ജ്ഞാനത്തിൽ നീ എന്നാ பண்ணണം? നീ നടക്കണം എന്ന് പറയുമ്പോൾ നീ ആണ്ടവരുടെ ആ പ്രകാശം മറ്റുള്ളവരുടെ പക്കത്തേക്ക് കൊണ്ടുപോകണം. അതായത് നമ്മൾ പാക്കുന്നത് നമുക്ക് നോക്കിയിടാം. 14 വാക്യം താൻ നോക്കുവിൻ എന്ന് പറയുന്നത്. ഞാൻ 16 വാക്യം വാസിക്കാൻ എൻ പക്കത്തിൽ സമയം കിടക്കാതെ, അതുകൊണ്ട് ഞാൻ എന്നാ ചൊല്ലുന്നത്? അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയറായിട്ട് എന്നാ ചൊല്ലുക? നിങ്ങൾ വചനം പഠിച്ച ജ്ഞാനികളാവണം. നിങ്ങൾ വചനം പഠിച്ച് നിങ്ങൾ ജസ്റ്റ് വാസിച്ച് പോകുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ അപ്പടിയെ വായിച്ച് എല്ലാ വീടുകളിലും എന്നാ பண்ணுക? കാലയിൽ എഴുന്നേറ്റ ഒരു സങ്കീർത്തനത്തിൽ 2 വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല, അത് മുടിച്ചു. അപ്പടിയല്ല, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ചൊല്ലിയ വചനം അത് പഠിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മൾ വാസിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകും. യഹോവ എൻ്റെ ഇടയനാകുന്നു, അതായത് എന്നാ ചൊല്ലുന്നത്? നിന്നെ കാപ്പാക്കുന്നവൻ, നിന്നെ പാലിക്കുന്നവൻ, നിന്നെ കൊണ്ട് നടക്കുന്നവൻ, നിനക്ക് ആഹാരം തരുന്നവൻ, നിന്നെ പച്ചയായ പുൽപ്പുറത്ത് കൊണ്ടുപോകുന്നവൻ, നിനക്ക് തണ്ണി തരുന്നവൻ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നവൻ, ആ യഹോവ
നിൻ്റെ ഇടയനാകുന്നു. അതായത് നിന്നെ പാക്കുന്നവനാണ് നിൻ്റെ ഇടയൻ. അന്നേരം ഞാൻ ചൊല്ലി, നമ്മൾ ജസ്റ്റ് ഞാൻ 2 വചനമേ ഞാൻ ചൊല്ലിയുള്ളൂ. അന്നേരം അതിൻ്റെ ഉള്ളിലെ അർത്ഥം നമ്മൾ പാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നേരം താൻ തിരിയും യഹോവ എൻ്റെ ഇടയനെന്ന് ചൊല്ലിയ അതിൻ്റെ അർത്ഥം എന്നത്. യഹോവ എൻ്റെ ഇടയനെന്ന് ചൊല്ലിയിട്ട് അർത്ഥം നമുക്ക് പൊടിയാതെ യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല അപ്പടിയെ നമ്മൾ വാസിച്ച് അത് ഒന്നുമേ തിരിയാതെ നമ്മൾ എന്നാ பண்ணണം, അത് വാസിച്ച് ജ്ഞാനിയായി തീരണം. ജ്ഞാനിയായി തീർന്നാൽ നിങ്ങൾക്ക് നീ ആ ജ്ഞാനി ആയാൽ എന്നാ പറ്റും, നീ മറ്റുള്ളവരിലേക്ക് നടക്കണം. നിനക്ക് നടക്കണം. നീ ഇരിക്കാതെ, നീ കിടക്കാൻ മാട്ടെ, നീ തൂങ്ങമാട്ടെ. നേരത്തെ നമ്മൾ വാസിച്ച് നീ തൂങ്ങമാട്ടെ, നീ എഴുന്നേറ്റ് നിൻ്റെ പ്രകാശം പ്രകാശിക്കട്ടെ. നീ അതുകൊണ്ട് നീ എന്നാ பண்ணണം, നീ എഴുന്നേറ്റ് നീ നടക്കേണ്ട ആവശ്യം ഇരിക്കുക. അന്നേരം നീ അപ്പടി നടക്കുമ്പോൾ എന്നാ പറ്റും, ആണ്ടവരുടെ പ്രകാശം നിൻ്റെ കയ്യിൽ വന്നാൽ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പോകും. ആണ്ടവരുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക്, മറ്റുള്ളവർക്ക് എപ്പടി പോകും, നിന്നെ കൂടെ വേണം പോകാൻ. അതായത് ഞാൻ വചനം വാസിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതെനിക്ക് പൊടിഞ്ഞാച്ച് എന്നാ ആണ്ടവർ എന്നാ ചൊല്ലുന്നു. അതുപോലെ നമ്മൾ വചനം പഠിച്ച് നമ്മൾ ഗ്രഹിച്ച് അത് സൂക്ഷ്മതയോടെ പഠിക്കണമെന്നാണ് ചൊല്ലിയിരിക്കുന്നത്. സൂക്ഷ്മത എഴുതിയാൽ അത് ശരിയായി നമ്മൾ വാസിച്ച് പഠിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പൊടിയണം. അത് പൊടിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴി ചെയ്യുമ്പോൾ നമുക്ക് എന്നാ പറ്റും, ആണ്ടവരുടെ നാമം മഹിമപ്പെടും. നമ്മുടെ ഉദ്ദേശം എന്നാ, നമ്മുടെ ഡ്യൂട്ടി എന്നാ, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് പണ്ണേണ്ടത്, ആണ്ടവരുടെ നാമം മഹിമപ്പെടുത്തുക. അന്നേരം എങ്കിൽ ഞാൻ നിങ്ങളോട് ചൊല്ലിയ ഞാൻ 2 വചനം താൻ ഞങ്ങളുടെ പേശിയത് നിങ്ങൾ ഒന്നും കൂടെ വിസാരിച്ച് പാക്ക്. ആണ്ടവർ നിങ്ങളിൽ നിന്ന് എന്നാണ് പാക്കുന്നത്. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കേട്ടിടാം. എൻ്റെ നമ്പർ 9791843308. അതാണ് എൻ്റെ നമ്പർ. ഞാൻ നേരത്തെ നമ്പർ കൊഞ്ചം തപ്പായി ചൊല്ലിയാച്ചേ, 9791843308. അതുതാൻ എൻ്റെ നമ്പർ. നീ എന്നെ കൂപ്പിടാം. എപ്പം വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്. എന്നാ മാറ്ററാണെന്നെങ്കിലും എന്നാ വചനത്തിൽ നിന്നും എന്നാ ചോദ്യമാണെങ്കിലും എന്നോട് ചോദിച്ചിടാം. ഞാൻ അതിന് ആണ്ടവരുടെ ജ്ഞാനത്തിൽ നിങ്ങൾക്ക് വചനം പറയാം. എനിക്കതിന് ജ്ഞാനമില്ല, ഞാൻ ബുദ്ധിമാനല്ല. ആണ്ടവർ എനിക്ക് തരുന്ന പ്രകാശം ഞാൻ നിങ്ങളിൽ പരത്തിയിടാം. അതുതാൻ എൻ്റെ വേല. അതല്ലാതെ എനിക്ക് യാതൊരു കഴിവുമേ கிடைക്കാതെ ഞാൻ ഒരു വെറും സാധാരണ മനുഷ്യൻ, ഞാൻ വയസ്സായ ഒരു മനുഷ്യൻ, എനിക്ക് യാതൊന്നുമേ கிடைക്കാതെ. എന്നാൽ ആണ്ടവരുടെ വചനം അല്ലെ ആണ്ടവരുടെ പ്രകാശം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി ഞാൻ എന്നാ പണ്ണാം, ഞാൻ ട്രൈ പണിയിടാം. ആണ്ടവരുടെ നാം മഹിമപ്പെടുവാറാകട്ടെ. നമുക്ക് ഇന്ന് നമ്മൾ കേട്ട വചനത്തിൽ നമ്മൾ പിന്നെയും ഒന്ന് വിസാരിച്ച്, ഇന്ന് പകൽ മുഴുവനും വിസാരിച്ച് നമുക്ക് അവനെ സ്തുതിപ്പാം. അവൻ്റെ നാം മഹിമപ്പെടുവാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.